ഷാജീസ് ക്രിയേഷൻസ് കാഞ്ഞിരപ്പുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബാഗാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അതിന് 2 ജീൻസ് പാൻറ് എടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് നീളത്തിലും ഞാൻ 2 തുണികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് ടോട്ടൽ അളവ് 17 ഇഞ്ചും വീതി 15 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. ലൈനിങ് തുണി 2 ഇഞ്ച് കുറച്ചാണ് ഞാൻ വലിയ പീസിന് എടുത്തിട്ടുള്ളത്. മുകളിലത്തെ തുണിക്ക് 1/2 ഇഞ്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് തുണി. തുണി നല്ല ഭാഗത്തല്ലാതെ അതിൻ്റെ ഉൾഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാഗിന് സ്ട്രാപ്പ് വെക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടുക. പിന്നെ 2 സൈഡിലും വേണമെങ്കിൽ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ 4 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്ത ശേഷം 2 സൈഡിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ആ സ്ട്രാപ്പ് 3 ഇഞ്ച് നീളത്തിൽ മേലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്ത് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി സിബ് വെച്ച് കൊടുക്കുക കേട്ടോ. സിബിൻ്റെ നല്ല ഭാഗം തുണിയുടെ നല്ല ഭാഗം വെച്ചിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ മുകൾ ഭാഗത്തെ തുണിയുടെ സെയിം അളവിൽ വേണം അടുത്ത ലൈനിങ് എടുക്കാൻ. ആ ലൈനിങ് എടുത്തതിന് ശേഷം സിബിൻ്റെ അരികിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് തുണിയുടെ അടിയിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. ഇത് കഴിഞ്ഞ് ഞാൻ ജീൻസിൽ നിന്ന് വെട്ടിയെടുത്ത 2 പോക്കറ്റ് അവിടെ ഒരു പോക്കറ്റായിട്ട് വെച്ച് കൊടുക്കണ്ടേ. ഞാനിതൊന്നും പഠിച്ചിട്ടല്ല കേട്ടോ ചെയ്യണത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്യണവർ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഐഡിയക്ക് ഓരോന്ന് ചെയ്യണമെന്നുള്ളത്. സിബ് വെച്ച തുണിയിൽ 4 ഭാഗത്തും പതിച്ച് ഓരോ സ്റ്റിച്ച് കൊടുക്കുക. ശേഷം 2 പീസും എടുത്തിട്ട് നല്ല ഭാഗം വെച്ചിട്ട് ആ സിബിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ വേറെ ലൈനിങ് തുണി എടുക്കുക. അതേപോലെ സിബിൻ്റെ അരികിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ലൈനിങ് ഉള്ളിലേക്കാണ് വിധത്തിൽ മറിച്ചിട്ട് കൊടുക്കുക. സിബ് വെച്ചതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ പതിച്ച് ഓരോ സ്റ്റിച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ ബാഗിൻ്റെ മറുഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ലൈനിങ്ങിൽ 2 ഇഞ്ച് കുറച്ച് കൊടുത്തിരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണിത്. ആ ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. മുകൾ ഭാഗത്ത് കൂടെ നീളത്തിൽ സ്റ്റിച്ച് കൊടുക്കുക. താഴേക്കും ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് അവിടെയും കൊടുക്കുക. ഇപ്പോൾ സിബ് ഉള്ളിലേക്കായി വന്നില്ലേ, അതിനു വേണ്ടിയാണ് അങ്ങനെ സ്റ്റിച്ച് കൊടുത്തത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് കൊടുത്താൽ കേട്ടോ. രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് സിബ് വെക്കാം. സിബും തുണിയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ വേറൊരു ലൈനിങ് എടുക്കുക. സിബിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും കേട്ടോ. ഇങ്ങനെ മറിച്ചിടുമ്പോൾ കണ്ടോ ഇതേപോലെ വരും. ബാഗിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കൊടുത്ത ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ ഈ ലൈനിങ് എടുക്കുക. ഇത് രണ്ടാമത്തെ ഭാഗത്ത് വരാനുള്ള ലൈനിങ്ങാണ് ഇപ്പോൾ വെച്ച് കൊടുത്തത്. അടിയിൽ വെച്ച് കൊടുത്തില്ലേ അത്. ബാഗിൻ്റെ ആദ്യ ഭാഗം ഇതേപോലെ അതിൻ്റെ മുകളിൽ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക.
അതിന് ശേഷം ആ ലൈനിങ് പുറത്തേക്ക് എടുക്കുക, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി ബാഗിൻ്റെ രണ്ടാമത്തെ സൈഡ് എടുത്തിട്ട് നല്ല ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ലൈനിങ് വെച്ചില്ലേ, ആ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ സിബിൻ്റെ അരിയിൽ കൂടെ ആയിട്ട് തന്നെ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വരും. ഇനി ആ ലൈനിങ് അടിഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്ത രണ്ടാമത്തെ സൈഡിലേക്ക് അങ്ങോട്ട് ആക്കി വെച്ചാൽ മതി. എന്നിട്ട് സിബിൻ്റെ അരിയിൽ കൂടെ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നീളത്തിലും വീതിയിലും ഓരോ സ്റ്റിച്ച് കൊടുക്കുക ബാഗിൻ്റെ 4 സൈഡിലും. ബാഗിൻ്റെ അടിഭാഗത്ത് 2 സൈഡിലും 2 ഇഞ്ചിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ നീളത്തിൽ ചേർത്ത് പിടിച്ചിട്ട് അവിടെ സ്റ്റിച്ച് കൊടുക്കുക. ബാഗിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നൂല് പൊങ്ങി നിൽക്കുന്നത് ഞാൻ ഉരുക്കി കളയാട്ടോ ചെയ്തത്. ഇതേപോലെ തുമ്പ് കാണാതെ തുണി വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉരുക്കി കളഞ്ഞതാട്ടോ. ഇപ്പോൾ ബാഗിൻ്റെ പണി കുറേയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് മറിച്ചിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ 3 സിബുള്ള ബാഗ് റെഡി ആയിട്ടുണ്ട്. പോക്കറ്റിൻ്റെ അവിടെ ഞാനൊരു ബട്ടണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടെ ബാഗ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും ലൈക്കൊന്നും ആരും തരുന്നില്ല കേട്ടോ, ഒന്ന് ചെയ്യണേ.